Okay, good evening everyone. So, we will fluid mechanics in the 9th section. 9th section we will start. So, we will continuity equation, phi function. Okay, good evening. Okay, phi, psi, and functions. So, continuity equation, rotation of flow. Types of flow continuation. Psi line, phi line. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ കുറച്ച് അധികം സമയം പറയാനുണ്ട്. നമ്മൾ ആ ഒരു സെക്ഷനിൽ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഒരു 3 ഡയമെൻഷണൽ കാർട്ടീസിയൻ കോർഡിനേറ്റ്സിൽ നമ്മൾ ഒരു കണ്ടിന്യൂസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്, ഓക്കെ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയോ? Equation of okay, അത് AV കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, മാസ് ഫ്ലോ A1 V1 = A2 V2. അതായത് നമ്മൾ 3 ഡയമെൻഷനുള്ള പാർട്ടിക്കിൾസിന്റെ എന്താണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, അതായത് 3D-യിലാണെങ്കിൽ tau u by tau x plus dou v by dou y plus dou z, dou w divided by dou z is equal to 0. ഓക്കെ, ഇതാണ് ഒരു 3 ഡയമെൻഷണൽ കേസിൽ. അതായത് യു എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനുള്ള വെലോസിറ്റി കമ്പോണന്റും വി എന്ന് പറയുന്നത് വൈ ഡയറക്ഷനുള്ള വെലോസിറ്റി കമ്പോണന്റും ഡബ്ല്യു എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷനുള്ള വെലോസിറ്റി കമ്പോണന്റ് ആണെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ സെഡ്. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ അതായത് ഒരു ഫ്ലോ എക്സിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇത്തരം ഒരു ഫ്ലോ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ആ ഒരു മാസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ, അതായത് എക്സ് ഡയറക്ഷനുള്ള വെലോസിറ്റിന്റെ ഡെറിവേറ്റീവും വൈ ഡയറക്ഷനുള്ള വെലോസിറ്റിന്റെ ഡെറിവേറ്റീവും ഇസഡ് ഡയറക്ഷനുള്ള വെലോസിറ്റിന്റെ ഡെറിവേറ്റീവും എടുത്തു കഴിയുമ്പോൾ അതായത് കോർഡിനേറ്റ്സ് ആയിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഈക്വൽ ടു 0 കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫ്ലോ എക്സിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്ലോ ഉണ്ട് എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഓക്കെ, മറ്റേ നമ്മൾ മാസ് കോൺസ്റ്റന്റ് ആണെന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് 3 ഡയമെൻഷനിലുള്ള എടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ ആണോ ജയലക്ഷ്മി? ഓക്കെ, എ വി കോൺസ്റ്റന്റ് എല്ലാം റെഡിയാണ്. മൃദുല പറഞ്ഞതിന് തെറ്റൊന്നുമില്ല. നമ്മൾ ഇത് പക്ഷേ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ പറയുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് ഒരു നമ്മൾ എപ്പോഴും ഒരു ഫ്ലോവിനെ നമ്മൾ ഓരോ ഫംഗ്ഷൻ ആയിട്ട് പറയും. അതായത് അതിന്റെ പാർട്ടിക്കിൾസിന്റെ മോഷൻ നമുക്ക് എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും ഇസഡ് ഡയറക്ഷനുമുള്ള വെലോസിറ്റീനെ, അതായത് നമ്മൾ എടുക്കുന്നില്ലേ, ഇതൊരു പാർട്ടിക്കിൾസ് മോഷൻ ആണെങ്കിൽ നമ്മൾ ഇതിനെ 3 കമ്പോണന്റ് ആയിട്ട് എടുക്കുന്നു. എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ. ഈ 3 കമ്പോണന്റിൽ നമ്മൾ ഈ ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോരോ കമ്പോണന്റ്സിനെ അതത് ഓർഡിനേറ്റ്സിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ, ഓക്കെ, ഈ 3, അതായത് ഹൊറിസോണ്ടൽ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പ്ലസ് വെർട്ടിക്കൽ വെലോസിറ്റി ബൈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് പ്ലസ് ഇസഡ് ഡയറക്ഷനുള്ള വെലോസിറ്റി ബൈ ആ ഒരു കമ്പോണന്റ് എടുത്തു കഴിയുമ്പോൾ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഫ്ലോ എക്സിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നമുക്കൊരു ഫ്ലോ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത് 3 ഡയമെൻഷണൽ കേസാണ്. ഓക്കെ, നമുക്കിപ്പം ചെറുതായിട്ട് മനസ്സിലാവേണ്ടി വരുവാണെങ്കിലും നോക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് എത്തും, കുഴപ്പമില്ല. നമ്മൾ റൊട്ടേഷനും പറയുന്നുണ്ട്, കണ്ടിന്യൂസും പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഒന്ന് നോക്കുക. ഇനിയിപ്പോ ഇതൊരു 2 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിൽ നമുക്ക് പറയാം ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എനി ഫ്ലൂയിഡ് ഫ്ലോ ഈസ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ എക്സിസ്റ്റ് ചെയ്യൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് എ വി കോൺസ്റ്റന്റ് എന്ന് പറയുന്ന അതേ കാര്യം തന്നെ, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രകാരം തന്നെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനും ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നോക്കണ്ട, പക്ഷെ ഈ ഒരു ഇക്വേഷൻ മാത്രം നോക്കുക. യു എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനുള്ള നമ്മുടെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കമ്പോണന്റും വി എന്ന് പറയുന്നത് വൈ ഡയറക്ഷനുള്ള നമ്മുടെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കമ്പോണന്റും ആണ്. ഓക്കെ,
ഓക്കെ അല്ലേ? ഓക്കെ, ലേറ്റ് ആയിട്ട് വന്നവരാണെങ്കിൽ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ആ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ മാത്രം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഗുഡ്. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ ഈ റൊട്ടേഷണൽ കമ്പോണന്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ആ വെലോസിറ്റി കമ്പോണന്റ് മാത്രമാണ്. ഇനി ഇത് ഓരോ വെലോസിറ്റിന്റെയും കൂടെ റൊട്ടേഷണൽ കമ്പോണന്റ് എടുക്കുവാണെങ്കിൽ എങ്ങനെയാ വരിക? നമ്മൾ റൊട്ടേഷൻ കമ്പോണന്റ് ആയിട്ട് പറയാറുള്ളത് ഒമേഗ അല്ലേ, അല്ലെങ്കിൽ ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് വിയും എക്സും ഡബ്ല്യുവും ഒക്കെ അറിയുമെങ്കിൽ, വിയും യുവും ഡബ്ല്യുവും അറിയുമെങ്കിൽ നമ്മൾ വെലോസിറ്റി കമ്പോണന്റിൻ എക്സ് ഡയറക്ഷൻ, അതായത് ആംഗുലാർ വെലോസിറ്റി കമ്പോണന്റിൻ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് നമ്മൾ അത് ഡിറൈവ് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ഒരു എളുപ്പവഴിയുണ്ട്. അതായത് നമ്മൾ ജനറൽ ആയിട്ട് ഒമേഗ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞെഴുതുക. ഇതിന്റെ ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് എക്സ് വൈ ഇസഡ്. ഇനി ദിസ് വിൽ ബി ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. ഇനി ഇത് യു വി ഡബ്ല്യു. ഓക്കെ, ഇത് ഒമേഗയാണ്, ഇത് ഡബ്ല്യു. കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ആംഗുലാർ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ എടുക്കാൻ നേരത്ത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ബാക്കിയുള്ള ടേംസുമായിട്ട്, അതായത് ജസ്റ്റ് എക്സും വൈയും ഒഴിവാക്കുക, ഈ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ഒരു ഇക്വേഷൻ ഞാൻ എഴുതി തരാം. ഒമേഗ എക്സ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഡബ്ല്യു മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വി. അതായത് നമ്മൾ ഈ ഒരു എക്സ് ആണ് ഇപ്പൊ എടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് കൊണ്ട്. റെഡി അല്ലേ? ഹാഫ് ഓഫ് ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ വൈ മൈനസ് ഡോ വി ബൈ ഡോ ഇസഡ്. ഓക്കെ, ഇനി നമ്മൾ ആംഗുലാർ വെലോസിറ്റി കമ്പോണന്റ് ഇൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ കമ്പോണന്റ് ഇൻ വൈ ഡയറക്ഷൻ എടുക്കാൻ നേരത്തെ ഏതൊക്കെയാ വരിക? ഹാഫ് ഓഫ് ബാക്കി രണ്ടെണ്ണം അല്ലെ. അപ്പൊ വൈന്റെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഡോ ബൈ, ഓക്കെ ഇവിടെ ഒരു മൈനസ് ഉണ്ട് കാരണം നമ്മൾ -1 കൊണ്ടാണ് നമ്മൾ മെട്രിക്സിന്റെ നിങ്ങൾ ഡിറ്റർമിനൻസ് എടുക്കാൻ നേരത്തെ ആ രീതിയിലല്ലേ എടുക്കുന്നത്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് യു. അതല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ലാസ്റ്റ് വൺ ഒമേഗ ഇസഡ് എടുക്കുവാണെന്ന് വിചാരിക്കും. ഒമേഗ ഇസഡ്, അതായത് ഇസഡ് ഡയറക്ഷനുള്ള റൊട്ടേഷണൽ കമ്പോണന്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ അല്ലെ. ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ വി ബൈ ഡോ വൈ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ ഒന്നും അല്ല പഠിക്കേണ്ടത്. ഇതിൽ നിന്ന് ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞില്ല, അത് മാത്രം നോക്കിയാൽ മതി. അതായത് ഇത് റൊട്ടേഷണൽ കമ്പോണന്റ് ആണ് ഞാൻ പറഞ്ഞു. അതായത് 2 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിൽ അതിന്റെ റൊട്ടേഷൻ പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു 2D ഫ്ലോ ആണെങ്കിൽ, സപ്പോസ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നത്. ഇതൊരു ഇച്ചിരി കണ്ണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ബോഡി എക്സ് വൈ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ റൊട്ടേഷൻ നടക്കുന്നത് എലോങ് ദി ഇസഡ് ഡയറക്ഷൻ ആണെന്നൊന്ന് ഓർക്കുക. അതായത് ഒരു 2D ഫ്ലോ ആണെങ്കിൽ ഇസഡ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേഷൻ വരുന്നത്. അതായത് ഒമേഗ ഇസഡ് ആയിരിക്കും ആ ഒരു കേസിൽ വരുന്ന റൊട്ടേഷൻ. അതുകൊണ്ട് എന്ത് മാത്രമേ ഇതിനകത്തുള്ളൂ? വിയും യുവും എക്സും വൈയും ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇനിയിപ്പോ ഒരു 2D ഫ്ലോ ഇറൊട്ടേഷണൽ ആണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ടീഷൻ എന്തായിരിക്കും ഒന്ന് പറയാൻ പറ്റുമോ? ഒരു 2D ഫ്ലോ എന്ന് പറയുമ്പോൾ എക്സും വൈയും ഉള്ളൂ. ആ 2D ഫ്ലോ ഇറൊട്ടേഷണൽ ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടുത്തെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിവൺ, എന്തായിരിക്കും അവിടുത്തെ കണ്ടീഷൻ? പറയാൻ ശ്രമിച്ചു. നമ്മളിപ്പോ ഇത്രയും പേരേ ഉള്ളൂ. ഇതിപ്പോ എന്നും നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരുമാണ്. ധൈര്യമായിട്ട് പറയാം. എക്സ് വൈ ഒമേഗ 0 ആണോ? ഞാൻ പറഞ്ഞു 2D ഫ്ലോയില്, അതായത് എക്സ് വൈ ഡയറക്ഷൻ, അതായത് എക്സും വൈയിലുള്ള വെലോസിറ്റി കമ്പോണൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇറൊട്ടേഷൻ ആണ് എന്ന് പറയുവാണെങ്കിൽ അവിടെ വരേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറൊട്ടേഷണൽ, സ്പെല്ലിംഗ് കറക്റ്റ് തോന്നുന്നു അല്ലെ. ഇറൊട്ടേഷൻ ആണെങ്കിൽ ഒമേഗ ഇസഡ് ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, ഒമേഗ ഇസഡ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഇസഡ് കമ്പോണന്റ് ആംഗുലർ വെലോസിറ്റി 0 ആണെന്ന് നമുക്ക് പറയാം. റെഡി അല്ലേ? എല്ലാവർക്കും റെഡി ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു 0. അതായത് നമ്മൾ പറയാണ്
For an irrotational flow, condition ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുക dou v by dou x minus dou u by dou y is equal to 0 എന്ന് എഴുതാൻ പറ്റൂലോ? കുഴപ്പമുണ്ടോ? ഇപ്പൊ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പഠിച്ചു. ഒന്ന് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഫ്ലോ എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന കണ്ടീഷനിൽ dou u by dou x for NUOUS continuous flow നമ്മൾ പറഞ്ഞത് dou u by dou x plus dou v by dou y equal to 0. അപ്പൊ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പഠിച്ചു. ഇതെന്ന് പറയുന്നത് ഇറോട്ടേഷണൽ കമ്പോണന്റും ഇത് ഒരു ഫ്ലോ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്ന കണ്ടീഷനും. ഈ രണ്ട് കണ്ടീഷൻ എല്ലാവർക്കും തന്നെ മനസ്സിലായല്ലോ? ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാലും മതി, നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നില്ല. ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. അതെല്ലാം നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരൊറ്റ ഇക്വേഷൻ ആണ്. ഓക്കെ, ബാക്കി എല്ലാവരും ഓക്കെ റെഡി? അപ്പൊ നമ്മൾ ഇനി കുറച്ചും കൂടെ നമ്മൾ യു എന്താന്ന് പഠിച്ചു, വി എന്താന്ന് പഠിച്ചു, ഇറോട്ടേഷൻ കമ്പോണന്റ് നോക്കി, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇക്വേഷൻ നോക്കി. ഒരു ഫ്ലോ കണ്ടിന്യൂസ് ആണ് അല്ലെങ്കിൽ ഒരു ഫ്ലോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് സ്ട്രീം ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് സൈ. കേട്ടിട്ടുണ്ടല്ലോ സൈ ഫംഗ്ഷൻ. സൈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഇസ് എ സ്കെയിലർ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം such that its partial derivative with respect to any direction gives velocity component at right angles to its direction in the counterclockwise direction. മനസ്സിലായില്ലല്ലോ? ഇനി ഞാൻ ഇതൊന്ന് പറഞ്ഞുതരാം. അതാണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം, കിട്ടുമോ നോക്കാം. അതായത് ഞാനിപ്പോ ഇതൊരു ഫ്ലോ യു, അതിന് വെർട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണന്റ് വി, ഇത് മൈനസ് യു. അപ്പോൾ സൈ പറയുന്നത് ഓക്കെ, അക്കോർഡിംഗ് ടു സൈ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ്, അങ്ങനെയല്ല, സെക്കൻഡ് പറയാം, ഡോ സൈ ബൈ ഡോ എക്സ് ഷുഡ് ബി ഈക്വൽ ടു വി. ജസ്റ്റ് നോക്കുക. ഇനി ഒരു കമ്പോണന്റ് കൂടെ പറയാം, ഡോ സൈ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് യു. അത് ഞാൻ പറയാം. അതായത് നമ്മളിപ്പോ എക്സ് ഡയറക്ഷനുള്ള കമ്പോണന്റ് ആണല്ലോ യു, അതായത് ഇത് എക്സും ഇത് വൈ ഡയറക്ഷനും ആണല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഡോ സൈ ബൈ ഡോ എക്സ്, എക്സ് ഡയറക്ഷനിലുള്ള ഫംഗ്ഷന്റെ, അതായത് സൈനെ എക്സിന്റെ കമ്പോണന്റിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വി ആണ്. അതായത് യുവിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ്, അതായത് യുവിന് പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഏതാ? വെലോസിറ്റി. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കണം. ഇത്രയും റെഡി ആയോ? ഇനി അടുത്തത് രണ്ടാമത് നോക്കാം. ഈ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം, തിരക്കൂട്ടണ്ട. രണ്ടാമത്തത് വി. വിന്റെ അതായത് ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ആയിട്ട് വൈ അല്ലേ. സൈനെ വൈയിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റി ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നോക്കിക്കേ, ഇവിടെ നിന്ന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡയറക്ഷനിൽ ഏതാ വരുന്നത്? മൈനസ് യു. ഓക്കെ, ഈ ആ ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വെറുതെ വായിച്ചു നോക്കാം, പഠിക്കണമെന്നില്ല, ജസ്റ്റ് നോക്കുക. ഇറ്റ്സ് എ സ്കെയിലർ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം such that its partial derivative with respect to any direction gives velocity component at right angles to its direction. അതായത് നമ്മൾ എക്സിൽ എടുക്കുവാണെങ്കിൽ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ് ആയിരിക്കും കിട്ടുക ഇൻ ദി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, എല്ലാവരും വൈകുന്നേരം കൊണ്ട് യെസ്. ഓക്കെ, അപ്പൊ നമ്മള് സൈ പഠിച്ചു. സൈ എന്ന് പറയുന്നത് ഡോ സൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു വിയും ഡോ സൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് യു ആണ്. അപ്പൊ നമ്മള് ഇനിയിപ്പോ സൈ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഫ്ലോ ലൈൻ എന്നും പറയാം. അതായത് വെള്ളം പോകുന്ന ആ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ചാനലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈ ലൈനെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലോ ലൈൻ എന്നൊക്കെ പറയും. ഓക്കെ, ഈ രണ്ട് സൈ ലൈനിന്റെ ഇടയ്ക്കൂടെ ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഫ്ലോ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ രണ്ട്
ഇത് psi1, ഇത് psi2, ഇത് psi3. ഓക്കെ, അങ്ങനെ ഒരേ തരത്തിൽ അല്ലെങ്കിൽ ഒരേ ഫ്ലോ ഉള്ള, അതായത് വെൻ ഈ പി കാണിച്ചേക്കുന്ന ഈ വരയില്ലേ, ഇവിടെ എന്ന് വെച്ചാൽ psi കോൺസ്റ്റന്റ് അല്ലേ, ആ ഒരു കംപ്ലീറ്റ് ലൈനില് psi കോൺസ്റ്റന്റ് ആണ്. നമ്മൾ അത്തരം psi അല്ലെങ്കിൽ ഫ്ലോ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈൻസിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, psi കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയുന്നതാണ് എന്ത്, tau psi by tau psi by dou x equal to v, tau psi by dou y is equal to minus u. ഓക്കെ, ഇപ്പോഴാണ് ഗ്രൂപ്പിലെ മെസ്സേജ് ഒക്കെ കാണുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഈ psi വെച്ചിട്ട് കണ്ടിന്യൂസ് ആണോ ഈ റൊട്ടേഷൻ ആണോ എന്നും കൂടെ നമുക്ക് നോക്കണം. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ പറയാം. psi എന്ന് വെച്ചാൽ dou psi by dou x എന്ന് പറയുന്നത് v ആയിരിക്കും. dou psi by dou y എന്ന് പറയുന്നത് മൈനസ് u ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഫ്ലോ പോസിബിൾ ആണ് എന്ന് പറയുന്ന ഒരു കേസ്. ഫ്ലോ പോസിബിൾ ആണ് എന്ന് പറയുന്ന കേസിൽ നമുക്ക് വരുന്നത് ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ഡോ വി ബൈ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0. ഇതാണല്ലോ നമ്മുടെ ഫ്ലോ പോസിബിൾ ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ, കണ്ടിന്യൂസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും psiയില് ഫ്ലോ പോസിബിൾ ആണ് എന്ന്. ഓക്കെ, psiയില് പോസിബിൾ. അപ്പൊ നമ്മൾ ഈ യുവിനെ psiന്റെ ടേംസിലേക്ക് ഒന്ന് കൊണ്ടുവരണം. അതായത് നമ്മൾ ജസ്റ്റ് യുവിന് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഡോ ബൈ ഡോ എക്സ് ഓഫ് യുവിന് ഞാൻ എന്ത് എഴുതുന്നു, മൈനസ് ഡോ psi ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വിക്ക് പകരം ഡോ psi ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 0 ആയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് കണ്ടിന്യൂസ് ആണ് എന്ന്. അപ്പം സൈന്റെ ഫംഗ്ഷനിൽ പറയുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക, ടോ സ്ക്വയർ psi ബൈ ടോ എക്സ് ടോ വൈ പ്ലസ് അല്ല മൈനസ് ആട്ടോ വരിക, മൈനസ് ടോ സ്ക്വയർ psi ബൈ, കാരണം ഈ മൈനസ് കൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, ടോ എക്സ് ടോ വൈ ഇസ് ഈക്വൽ ടു 0. ഇതാണ് എന്ത്, ഫ്ലോ പോസിബിൾ ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഇൻ ടേംസ് ഓഫ് psi ലൈൻ. ഓക്കെ, റെഡി. ഇനി അടുത്തത് നമ്മൾ psiന്റെ ടേംസ് ഈ റൊട്ടേഷണൽ ഫ്ലോ ആണെങ്കിൽ, റൊട്ടേഷണൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക, ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഡോ ബൈ ഡോ എക്സ് ഓഫ് വിക്ക് വരെ എന്ത് കൊടുക്കണം, ഡോ psi ബൈ ഡോ എക്സ് അല്ലെ. ഡോ psi കാണില്ല, ഡോ psi ബൈ ഡോ എക്സ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വിക്ക് പകരം കൊടുക്കുമ്പോൾ, സോറി യുക്ക് കൊടുക്കുമ്പോൾ എത്ര വരും, മൈനസ് ഡോ ബൈ ഡോ psi ബൈ ഡോ വൈ. അപ്പോൾ ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ psi ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഈ ഇക്വേഷന് വേറൊരു പേരും കൂടി ഉണ്ട്. ഏതാണ് ഇക്വേഷന് വേറൊരു പേര്? ഓക്കെ, അതറിയാത്തവർ ജസ്റ്റ് നോക്കുക. ഇതാണ് ലാപ്ലേസ് ഇക്വേഷൻ. ഓക്കെ, ലാപ്ലേസ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ നമ്മൾ കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ psi ഫംഗ്ഷനിൽ
ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ psi ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കണം ഫ്ലോ ഈ റൊട്ടേഷനിലാണ് എന്ന്. ഓക്കെ, ഫ്ലോ ഈ റൊട്ടേഷനാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ psi ഫംഗ്ഷൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കണം ഫ്ലോ എക്സിസ്റ്റ് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ അത്തരം ഒരു ഫ്ലോ ഉണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്നൊരു കൺസെപ്റ്റ്. ഓർക്കാൻ സാധിക്കുമോ? ഓക്കെ, ഒരാൾ മാത്രമായിട്ടോ ഇന്ററാക്ട് ചെയ്യുന്നത്, ബാക്കി എല്ലാവരും മിണ്ടാണ്ടിരിക്കുക. ഇനി അടുത്തത് വെലോസിറ്റി പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, വെലോസിറ്റി പൊട്ടൻഷ്യൽ. ഓക്കെ, വെലോസിറ്റി പൊട്ടൻഷ്യൽ നമ്മൾ ഫൈ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അതിന്റെ ഫൈ ഫംഗ്ഷൻ ആയിട്ട് നേരത്തെ നമ്മൾ ഫ്ലോ പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ എന്തെടുത്തു, സൈ ലൈൻ എടുത്തു. ഇതേപോലെ വെലോസിറ്റി പൊട്ടൻഷ്യൽ ആയിട്ട് ഫൈ എടുത്തു. നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് നമ്മൾ പിറ്റോ ട്യൂബ് വെച്ചിട്ടായിരിക്കും വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള. ഓക്കെ, അപ്പൊ ഫൈ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഇനി നേരത്തെ സൈ ലൈൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ഫൈ ലൈനും പറയണം. ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് മൈനസ് യു ആയിരിക്കും. അതേപോലെ തന്നെ ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് വി ആയിരിക്കും. ഓക്കെ, നേരത്തെ മാത്രമേ ഇച്ചിരി കൺഫ്യൂഷൻ വരുള്ളൂ. ഫൈ ലൈന് സെയിം കമ്പോണന്റ് തന്നെ ആയിരിക്കും. അതായത് എക്സിന്റെ, അതായത് ഫൈനെ നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് തന്നെ വരുള്ളൂ, ആ ഒരു ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ്. അതേപോലെ തന്നെ ഫൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണന്റ്. ഓക്കെ, നമ്മൾ ഇനി ഫ്ലോ പോസിബിൾ ആണ് എന്ന് കൊടുത്തു നോക്കണം. അതായത് ജസ്റ്റ് കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നമ്മൾ ഇത് കൊടുത്തു നോക്കുന്നു. ഇൻ ഫൈ ഇൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഓക്കെ, ഫൈ ഇൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ഡോ വി ബൈ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുന്നപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് മൈനസ് ഉള്ളത് അപ്പുറ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുക ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ആണ് എന്ത്, ലാപ്ലേസ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഫൈ ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ അറിയേണ്ടത് എന്താണ്, ഓർക്കേണ്ട കാര്യം ഫൈ ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം അത് എന്തായിരിക്കണം, ഫ്ലോ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഗുഡ്, ഫ്ലോ എക്സിസ്റ്റ് ചെയ്യുമെന്ന് ഓർക്കണം. ഇനി നമ്മൾ അടുത്തത് റൊട്ടേഷൻ എടുത്ത് നോക്കാം അല്ലെ. റൊട്ടേഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുക, റൊട്ടേഷൻ എടുക്കാൻ നേരത്ത് ഇറൊട്ടേഷണൽ ഫ്ലോ ആണ് എങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും വരിക, ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0. ഇതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം, ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ വരും. ഓക്കെ, ഇത് നമ്മൾ 2 പോയിന്റിലാന്ന് ഓർക്കണം. ഓക്കെ, 2 പോയിന്റിലെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് 0 എന്ന് എഴുതിയേക്കരുത്. ഓക്കെ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് പറയണം, ഫ്ലോ ഇറൊട്ടേഷൻ ആണ് എന്ന് പറയണം. റെഡിയായോ? അതായത് നമ്മൾ പറയാണ് ഫൈ ഫംഗ്ഷൻ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഓക്കെ എന്താവും, ഫ്ലോ ഇവിടെ ഇറൊട്ടേഷൻ ആണ് കേട്ടോ. നേരത്തെ തന്നെ നേരെ തിരിഞ്ഞ് നമ്മൾ സൈ പറയുന്ന കേസിൽ എന്തായിരുന്നു,
കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയാം ഫ്ലോ എക്സിസ്റ്റ് ചെയ്യുമെന്ന്. അതേസമയം psi ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണ് ഈ റൊട്ടേഷൻ. പക്ഷെ phi നേരെ തിരിഞ്ഞു വന്നു. അത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ വരുന്നത് എന്തായിരിക്കും? ഫ്ലോ പോസിബിൾ എന്നും അത് ലാപ്ലേസ് എന്തായിരുന്നു പറഞ്ഞത്? ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കൊടുത്തിട്ട് ലാപ്ലേസ് ഇക്വേഷൻ വന്നാൽ ഫ്ലോ എക്സിസ്റ്റ് ചെയ്യുമെന്നും ഇവിടെ നമ്മൾ ഇറൊട്ടേഷന് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ റൊട്ടേഷൻ ആണെന്ന് ഓർക്കുക. ഓക്കെ, അസേഷൻ റീസൺ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ്. ഓക്കെ ഓക്കെ ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാം. നമ്മൾ ഓക്കെ ഇക്വി പൊട്ടൻഷ്യൽ ലൈൻ, അതായത് ഒരേ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഉള്ള ലൈനിനെ നമ്മൾ ഇക്വി പൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയും. ഓക്കെ, അവിടെ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്? phi കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈനിനെയാണ് നമ്മൾ ഇക്വി പൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കണ്ടീഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നത് u dx പ്ലസ് v dy ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, psi കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു ഇക്വേഷൻ ആണ് u dx പ്ലസ് v dy ഷുഡ് ബി ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് ഇതിന്റെ ഈ ലൈനിന്റെ സ്ലോപ്പ് ആയിട്ട് നമ്മൾ എഴുതുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് u ഡിവൈഡ് ബൈ v. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷൻ നല്ല ആവശ്യം ഞാൻ പറയുന്നത് കേൾക്കുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി, സ്ലോപ്പ് കിട്ടി. ഇനി അടുത്തത് നമ്മൾ സ്ട്രീം ലൈനിൽ എന്തായിരുന്നു കോൺസ്റ്റന്റ്? സ്ട്രീം ലൈനിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് psi കോൺസ്റ്റന്റ് ആയിരുന്നു. അപ്പം അതിന്റെ ഇക്വേഷൻ ആയിട്ട് പറയുന്നത് u dx മൈനസ് v dy ഇസ് ഈക്വൽ ടു നേരെ തിരിച്ചാണ് v dx മൈനസ് u dy ഇസ് ഈക്വൽ ടു 0. അപ്പൊ phi ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷൻ കൊടുത്താൽ മതി. ഓക്കെ, phi കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു വാല്യൂ 0 ആയിട്ട് വരും. ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം നോക്കുക. ഇനി ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? dy ബൈ dx അല്ലേ സ്ലോപ്പ്. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു u ഡിവൈഡ് ബൈ v. അപ്പൊ നമുക്കിപ്പോ ഇക്വി പൊട്ടൻഷ്യൽ ലൈനിന്റെയും psi ലൈനിന്റെയും കൂടെ സ്ലോപ്പ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. സ്ലോപ്പ് ഓഫ് സ്ട്രീം ലൈൻ. v ബൈ u അല്ല. ഓക്കെ ശരിയാണ്. ഇത് v ബൈ u, മറ്റേത് u ഡിവൈഡ് ബൈ v. ശരിയാട്ടോ, മൃദുല. ഓക്കെ, കറക്റ്റാ. ഞാനത് ഇവിടെ നിന്നല്ല നോക്കി എഴുതുകയും കൊണ്ട് മാറിപ്പോയതാണ്. v ഡിവൈഡ് ബൈ u ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് ഇത് കിട്ടി. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ psi ലൈൻ ഇങ്ങനെയാണ് പറഞ്ഞത്. psi 1, psi 2, psi 3 എന്ന് പറയുന്ന ലൈൻസ് ഇങ്ങനെയാണ്. ഓക്കെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? phi ലൈൻ വരുന്നത്. phi 1, phi 2, phi 3 എന്ന് പറയുന്നത് psi 1, psi 2, psi 3. ഓക്കെ, ഈ രണ്ട് ലൈനിന്റെ ഉള്ളിൽ കൂടെയാണ് ഫ്ലോ പോകുന്നത് എന്ന് നോക്കുക. ഓക്കെ, psi 1ന്റെയും psi 2ന്റെയും ഇടയ്ക്കൂടെ ആയിരിക്കും ഫ്ലോ പോകുന്നത്. അല്ലെങ്കിൽ നമ്മളോട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇതിന്റെ ഡിസ്ചാർജ് ചോദിച്ചാൽ നമ്മൾ ഓർത്താൽ മതി psi 2 മൈനസ് psi 1 ആയിരിക്കും. ഇതിനകത്തൂടെ എത്രയാണ് പോകുന്നത് അത് മൈനസ് ഇത് ചെയ്താൽ അതിനകത്തൂടെ ഡിസ്ചാർജ് കിട്ടും. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഓർത്തോളാം psi 2 മൈനസ് psi 1 ആണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ചോദിച്ചാൽ എന്തായിരിക്കണം? phi 2 മൈനസ് phi 1 ആയിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ GT പഠിച്ച അതേ ഇതുപോലെ തന്നെ ഫ്ലോ ലൈനും psi ലൈനും ഒക്കെ നമ്മൾ അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഫ്ലോ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഷേപ്പ് അനുസരിച്ച് കാര്യങ്ങളെല്ലാം അതുമായിട്ട് തന്നെ സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് നോക്കുക. psi ലൈനും phi ലൈനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. പിന്നെ എന്താണ്, രണ്ട് psi ലൈനിന്റെ ഇടയ്ക്കൂടെ വരുന്നത് ഡിസ്ചാർജ് ആയിരിക്കും. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ ഇതിന്റെ തിയറി പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകണം. എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ IAS ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞെട്ടണ്ട. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തിയറി പാർട്ടും ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് വെലോസിറ്റി കമ്പോണന്റ് റെപ്രസെന്റ് ഫിസിക്കൽ പോസിബിൾ ഫ്ലോ. Which of the following sets of velocity component represents physical flow possible? ഒരു ഫ്ലോ പോസിബിൾ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഒരു ഇച്ചിരി വൈഡ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുന്നോ? ഇത്രയും പെട്ടെന്ന് കിട്ടിയോ? ഓക്കെ, കറക്റ്റ് ആണ്. മുതൽ പറഞ്ഞേക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. അതായത് ജസ്റ്റ് നമ്മൾ ഇത്രയേ ഉള്ളൂ, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ സെഡ് ഈക്വൽ ടു 0 വരണം. ഓക്കെ, ഇതെങ്ങനെ ഇത്ര സ്പീഡ് കിട്ടിയേ? അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് അതൊന്ന് സം ചെയ്യുമ്പോൾ നമുക്ക് 0 വരണം. അപ്പോൾ ഇവിടെ സ്പീഡ് കിട്ടാനാണ് ജസ്റ്റ് നോക്കി. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് എത്രയായിരിക്കും? 4x. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ xy. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എത്ര വരും? സോറി, xz കിട്ടും. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും മൈനസ് 4x മൈനസ് 2xz അല്ലേ? ഈ രീതിയിൽ തന്നെ അല്ലേ വരിക? 2xz. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നല്ലോ, നോക്കുമ്പോ മൈനസ് ഉള്ളത് ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, എനിക്കൊരു ഇതുള്ളതാണ്. ഇവിടെ 2xz ആയിട്ട് കേട്ടോ, 2xyz അതിനകത്ത് വരുന്നത്. ഓക്കെ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 2xz ആയിരിക്കും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? ഇതിന് സെഡ് ഇല്ലാത്തത് കൊണ്ട് ഓക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ജസ്റ്റ് നോക്കുക, ഇവിടെ 2xyz ആണ്. അപ്പോൾ 2xyz വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 2xz വരും. y അങ്ങ് പോകും. ഇനി ഒമേഗനെ ഡബ്ല്യൂനെ വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 4x മൈനസ് 2xz. അപ്പോൾ എത്ര കിട്ടി? ഇത് പ്ലസ് ഇവിടെയും പ്ലസ്. അപ്പൊ മൊത്തത്തിൽ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 0 കിട്ടും. ആ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ മതി. കിട്ടിയല്ലോ? ഓക്കെ, സിമ്പിൾ ആയിരുന്നു അല്ലേ? പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാണ്ടായി പോകും. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് സൈ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ശ്രമിക്കുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ പറയാം, the stream function for a 2-dimensional flow is psi equal to 2xy. Velocity at 2 velocity കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എന്താ ചെയ്യുക? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ചെയ്യുന്നതിന് മുമ്പ് എന്താ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി അറ്റ് 2 എന്ന് പറയുമ്പോഴത്തേക്കും എന്താ കണ്ടുപിടിക്കേണ്ടി വരിക? 2-dimensional ഫ്ലോ ആണ്. വി ആൻഡ് യു. ഓക്കെ, വെരി ഗുഡ്. വി ആൻഡ് യു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സൈ തന്നിട്ടുണ്ടെങ്കിൽ വി ആൻഡ് യു എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, സൈ തന്നിട്ടുണ്ടെങ്കിൽ വി ആൻഡ് യു കണ്ടുപിടിക്കാൻ വേണ്ടി ടോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് പ്ലസ് വി ആയിരിക്കും. അതേപോലെ തന്നെ ടോ സൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് യു ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്കിവിടെ ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. സൈനെ തന്നിട്ടുണ്ട്, വിത്ത് റെസ്പെക്ട് ടു എക്സിനെ കൊടുക്കുക. എക്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? വി കിട്ടും. അതുപോലെ തന്നെ വൈക്കും കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക പ്ലസ് വി എന്ന് പറയുന്നത് ഓക്കെ 2x അല്ലെ? സോറി 2y. ഇനി മൈനസ് യു എന്ന് പറയുന്നത് 2x. അപ്പൊ നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ടല്ലോ 2. അപ്പോൾ ഇവിടെ വൈക്ക് 2 കൊടുക്കുക, എക്സിന് 2 കൊടുക്കുക. ഓക്കെ, കറക്റ്റ് കിട്ടി അല്ലെ? 4√2. അപ്പൊ നമുക്ക് ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ? ഞാൻ ചെയ്യാം. അപ്പൊ നമുക്കിനി വെലോസിറ്റി എന്ന് പറയുന്നത് √u² പ്ലസ് v². ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് 4 പ്ലസ്
4. That is equal to root of 2 into 4 വരും. So that is equal to 4 root 2. Okay, 4 root 2 വരും അല്ലേ? 4 root 2 എന്നല്ലേ വട്ടെ? Okay, u square plus v square. ഇതിൽ 4 square plus 4 square ആണ് 2 into 4 square. Okay, എല്ലാവരും ഓക്കെ പഠിച്ചല്ലോ എനിക്ക്. റെഡി അല്ലേ? യു സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിരിക്കുന്നത് വി അല്ലേ, അത് 4, യു 4. അപ്പോൾ യു സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ, ഇതും 4 സ്ക്വയർ. 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് 2 4 സ്ക്വയർ. അപ്പോൾ 4 root 2. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 5 3xy. Psi എന്ന് പറയുന്നത് 3/2 into y square minus x square. The discharge passing between the stream lines through 1 3 and 3 3 എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് 5 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, psi ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിസ്ചാർജ് ആണ്. കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ? അതിനുള്ള എല്ലാ ഹിന്റും തന്നിട്ടുണ്ട് ക്ലാസ്സിന്റെ ഇടയ്ക്ക്. ഓക്കെ അല്ലേ? കിട്ടിയവർക്ക് ആൻസർ ചെയ്യാം. ഡി ആണോ? ഡിന്റെ ആൻസർ എത്രയാ? 12. ഒരാൾക്ക് 12 കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഓക്കെ? കറക്റ്റ് ആണ്. ഓക്കെ, ഞാൻ ചെയ്യാം. ഇനി ജസ്റ്റ് നോക്കാം. ഞാൻ പറഞ്ഞായിരുന്നു ഡിസ്ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? psi2 മൈനസ് psi1. ഇവിടെ നമുക്ക് psi1 എന്ന് പറയുന്നത് ഓക്കെ, psi1 എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഇട്ടുക, psi2 എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ psi1 എന്ന് പറയുന്നത് 3/2 into y square, അതായത് 9 മൈനസ് 1 അല്ലെ? ഇനി അതേപോലെ തന്നെ psi2 എന്ന് പറയുന്നത് 3/2 into 3 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഇത് 0 കിട്ടി. ഇത് എത്ര കിട്ടും? 3/2 into 8 9 മൈനസ് 1 8. അപ്പോ എത്ര കിട്ടും? 4 3 12. അധികം സമയമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലായിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് അസേർഷൻ റീസൺ ആണ്. നിങ്ങൾ ഇതിനകത്ത് ഏതാ ശരി എന്നൊന്നും ജസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, ജസ്റ്റ് അസേർഷൻ കറക്റ്റ് ആണോ റീസൺ കറക്റ്റ് ആണോ ജസ്റ്റ് മാത്രം നോക്കി. 4 ഓപ്ഷൻസ് വേണ്ട, ജസ്റ്റ് ഇതൊന്ന് പറയാം. ദി ഫോളോയിങ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഇൻ 2-dimensional ഫ്ലോ ഫീൽഡ് റെപ്രസെന്റ് ഇറൊട്ടേഷണൽ ഫ്ലോ phi equal to 2x square minus 3y square. Okay, for the given function ഈ റീസൺ അല്ല നമുക്ക് വേണ്ടത്. പക്ഷെ അപ്പൊ 6 ശരിയാണോ? അസേർഷൻ ശരിയാണോ? അപ്പൊ അങ്ങനത്തെ, അതായത് ഇപ്പം രേഷ്മ പറഞ്ഞ അനുസരിച്ചുള്ള ഓപ്ഷൻ വരിക അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ തെറ്റ്. അതായത് സി ആയിട്ട് ആ ഒരു ഓപ്ഷൻ അല്ലേ കിടക്കാറ്, അതാണോ? റീസൺ തെറ്റാണ്, ശരി. അസേർഷനോ? എല്ലാരും 6 റോങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ 5 കറക്റ്റ് ആണോ? ആദ്യം നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യണം. ചെയ്യുമോ സാർ? അത് ഞാൻ ചെയ്യാല്ലേ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഓക്കെ 5 എന്ന് പറയുന്നത് 5 is equal to ഞാൻ ചെയ്യാം 2x square minus 3y square. 2x square minus 3y square ആണല്ലോ. അപ്പം ഈ ഒരു ഫ്ലോ ഇറൊട്ടേഷണൽ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഡോ സ്ക്വയർ 5y ഡോ എക്സ് സ്ക്വയർ പ്ലസ് ലാപ്ലേസ് ഇക്വേഷൻ അല്ലേ, ഡോ സ്ക്വയർ 5y ഡോ y square equal to
സീറോ കിട്ടിയാൽ നമുക്ക് പറയാം എന്ത് ഈ റൊട്ടേഷണൽ ഫ്ലോ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ജസ്റ്റ് ഞാൻ അതൊന്ന് ചെയ്ത് നോക്കുവാണ്. ഡോ സ്ക്വയർ 5/dou(x²) എന്ന് പറയുമ്പോഴത്തേക്കും ഡോ 5/dou(x) എത്രയാ വരിക? ഇത് കോൺസ്റ്റന്റ് ആണ്, ഇതിനകത്തുണ്ട്. അപ്പൊ 4x കിട്ടും. ഇനി ഡോ സ്ക്വയർ 5/dou(x) എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. ഓക്കെ, ലാപ്ലേസ് ഫ്ലോ പോസിബിൾ എന്ന് അല്ലേ? അല്ലല്ലോ. നമ്മള് സൈന്റെ കേസിലായിരുന്നു കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആകുമ്പോൾ എന്താവുന്നത്? ഫ്ലോ പോസിബിളും. ഓക്കെ, പിന്നെ എന്താണ്? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ റൊട്ടേഷൻ ആണ് എന്ന്. ജസ്റ്റ് നോക്കി, ഇത് നമ്മൾ നോക്കാലോ. കുഴപ്പമില്ല നോക്കാം. ഓക്കെ, ഇതാണ് വെലോസിറ്റി കേസ്. ഇതിനകത്ത് നമ്മൾ ഫൈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആണ് എങ്കിൽ എന്തായിരുന്നു പറഞ്ഞേ? ഈ രീതിയായിരുന്നു. സെക്കൻഡ്, ഇവിടെ എങ്ങനെയായിരുന്നു? ഫ്ലോ പോസിബിൾ, ഇറൊട്ടേഷൻ അല്ല അല്ലെ? അപ്പൊ അവിടുത്തെ ഇറൊട്ടേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇങ്ങനെയും, ഇറൊട്ടേഷൻ ആണെങ്കിൽ ഈ രീതിയിലും. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇറൊട്ടേഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആദ്യം നമ്മള് ഇതല്ലേ ക്വസ്റ്റ്യൻ? അപ്പൊ ചെറിയ പണി കിട്ടിയല്ലോ. ഒരു സെക്കൻഡ് നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ റൊട്ടേഷൻ ആണ് എന്ന് പറയുവാണെങ്കിൽ ഡോ സ്ക്വയർ 5/dou(x)dou(y) മൈനസ് ഡോ സ്ക്വയർ 5/dou(y)dou(x) should be equal to 0. അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ ഡോ സ്ക്വയർ 5/dou(x)dou(y) എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് dou(x) ഓഫ് ഡോ 5/dou(y). എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുക, ആദ്യം നമ്മൾ -3 × 2y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ കേസ്. അതായത് ഈ കാണുന്നത് 6y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കണം? 4x വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വരും. അതും എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. അതായത് നമുക്ക് ഡോ സ്ക്വയർ 5/dou(x)dou(y) പ്ലസ് ഡോ സ്ക്വയർ 5/dou(y)dou(x) ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ റൊട്ടേഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഇതിന്റെ റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് തന്നെയല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച കാര്യമാണ്. റെഡി ആയല്ലോ? പറഞ്ഞത് ആരാ? മൃദുലയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് അല്ലേ? ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ ആയിരുന്നു. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ സാധിക്കുക? ആ ഫ്ലോ ഈ റൊട്ടേഷൻ ആണ് എന്ന് പറയാം. അപ്പൊ റീസണും കറക്റ്റ് ആണ്. ഓക്കെ, റീസണും കറക്റ്റ് ആണ്, അസേഷനും നമ്മൾ സാറ്റിസ്ഫൈ ആയി. ഓക്കെ, റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അല്ല, ഒന്നുകൂടെ ഉണ്ട് അല്ലേ? ഒന്ന് ചെയ്ത് നോക്കുക. എ സ്ട്രീം ഫംഗ്ഷൻ I equal to 3x² minus y³. The magnitude of velocity at the point 2, 1. Magnitude of velocity സൈസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലത്തെ ഒരു ചോദ്യം തന്നെ. ഓക്കെ, ചെയ്യാൻ നോക്കിയേ, ആൻസർ ഇട്ടോ നോക്കാം. ഞാനിവിടെ ചെയ്യുന്നുണ്ട്. സൈ എന്ന് പറയുന്നത് 3x² minus y³. അപ്പോൾ നമുക്ക് ആദ്യം v എന്ന് പറയുന്നത് ഡോ 5/dou(x) ആണ്. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 6x 3 × 2x. ഇനി അടുത്തത് u എന്ന് പറയുന്നത് ഡോ 5/dou(y) ദാറ്റ് ഇസ് ഈക്വൽ ടു 3y². അപ്പോൾ ഇത് നമുക്ക് എത്ര കിട്ടും? ഇത് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കാം. 6x 2 കൊടുക്കുമ്പോഴത്തേക്കും 6 × 2 12. ദിസ് വിൽ ബി ഈക്വൽ ടു 3 × y² എന്ന് പറയുമ്പോഴത്തേക്കും 3. അപ്പോൾ നമുക്ക് √12²
3 സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഓക്കെ ഒരു വലിയ നമ്പർ ആണ്. ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12.37 ആണ്. ഓപ്ഷൻ എ തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. കിട്ടാത്തവർ ജസ്റ്റ് ഞാൻ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. A 2D flow is described by velocity component u equal to 2x and v equal to minus 2y. The discharge between 1, 1 and 2, 2 is equal to. ഓക്കെ, അപ്പൊ ഇവിടെ യും തന്നിട്ടുണ്ട് വിയും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സൈ കണ്ടുപിടിക്കണം. ഓക്കെ, സൈ കണ്ടുപിടിച്ചിട്ട് 2 പോയിന്റ് ഇട്ട് കൊടുക്കുക. എത്ര എളുപ്പം അല്ലേ? അപ്പൊ നമുക്ക് സൈ കിട്ടാൻ വേണ്ടി സൈ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ഡോ ഓക്കെ, അതായത് നമ്മൾ യു എന്ന് പറയുന്നത് ഡോ സൈ ബൈ ഡോ വൈ അല്ലേ? യു എന്ന് പറയുന്നത് ഡോ സൈ ബൈ ഡോ വൈ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2x വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്തത് അങ്ങനെയാണ് അതിൽ കിട്ടുക 2xy ആയിരിക്കും. ഇതേപോലെ തന്നെ v തന്നിട്ടുണ്ട്. v വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈ കിട്ടും. അതും എത്ര തന്നെ ആയിരിക്കും? മൈനസ് 2xy തന്നെ കിട്ടും. ഈ സൈൻ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സൈൻ നമ്മൾ നെഗ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈക്ക് ജനറൽ ആയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാം 2xy എന്ന്. അപ്പൊ നമുക്ക് സൈ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 into 1 into 1 2xy. ഓക്കെ, മൈനസ് സൈ 2 എന്ന് പറയുന്നത് 2 into 2. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു 2 into 1 എന്ന് പറയുന്നത് 2 മൈനസ് 2 into 2 into 2 8. അപ്പോൾ 2 minus 8 എന്ന് പറയുന്നത് 6. ഡിസ്ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണോ? 6 അല്ലേ? 6 അല്ലേ കിട്ടിയേ? ഓക്കെ ആണോ? 6 അല്ലേ കിട്ടുന്നത്? ഓക്കെ, പറയാം. ജസ്റ്റ് നോക്കുക. ഇവിടെയും നെഗ്ലക്ട് സൈൻ ഇവിടെ നെഗ്ലക്ട് ചെയ്യാനുള്ള കാരണം നമുക്ക് ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമ്മൾ അതിന്റെ 2 വെലോസിറ്റി ഉണ്ട്. അപ്പൊ 2 രീതിയിലൊന്ന് എടുത്തു നോക്കുക. അപ്പൊ ആദ്യത്തെ നമ്മൾ u ഈക്വൽ ടു 2x എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തു. അപ്പൊ വിത്ത് റെസ്പെക്ട് യു എടുക്കുവാണെങ്കിൽ നമ്മൾ y കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡോ സൈ ബൈ ഡോ വൈ അല്ലേ നമ്മൾ യു ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതല്ലെങ്കിൽ മൈനസ് യു തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് ഇതിൽ നിന്ന് സൈ എടുക്കണേൽ എന്ത് ചെയ്യണം? യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ഡി വൈ. ഒരു മൈനസ് ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടും? മൈനസ് ഓക്കെ യു എന്ന് പറയുന്നത് മൈനസ് 2x അല്ലെ? അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 2xy. ഓക്കെ, നമുക്ക് ആ 2 ഫംഗ്ഷൻ സെയിം ആയിട്ട് തന്നെ കിട്ടും. നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്യാന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തത് ഡോ സൈ ബൈ ഡോ എക്സ് ആണ് എന്ത്? വി. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മൈനസ് 2y എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് സൈ എടുക്കണം. എന്ത് ചെയ്യണം? മൈനസ് 2y ഇന്റഗ്രൽ ഡി എക്സ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? മൈനസ് 2xy. ഇതിന് എന്ത് ചെയ്യുക? സൈ 1 കണ്ടുപിടിക്കുക, സൈ 2 കണ്ടുപിടിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂ ചെയ്യണോ? ആർക്കെങ്കിലും ബാക്കി കിട്ടണോ? അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക? സൈ 1 നമ്മൾ ഈ 2xyക്ക് എന്ത് കൊടുക്കണം? 1ഉം 1ഉം കൊടുക്കണം. സൈ 2 നമ്മൾ എക്സും വൈക്കും എന്ത് കൊടുക്കണം? 2ഉം കൊടുക്കണം. അപ്പൊ നമുക്ക് 8 മൈനസ് 2 ഈക്വൽ ടു 6 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കാരണം IAS ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും മിസ്സാക്കി വിടുന്ന കുറച്ച് ഭാഗങ്ങളാണിത്. ഫംഗ്ഷൻ ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മിസ്സായി പോകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരപ്പെട്ടതായിട്ട് തോന്നും ആ ഒരു ടോപ്പിക്. അല്ലെങ്കിൽ നമ്മൾ ഫൈയും സൈയും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ആ ഫംഗ്ഷൻ ഒക്കെ കാണുമ്പോൾ നമ്മളെ നെഗ്ലക്ട് ചെയ്യും. ഇപ്പൊ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമുക്കത് മനസ്സിലാക്കിയാൽ എളുപ്പമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതൊരു താല്പര്യം വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തത്. ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഒരു ഇച്ചിരി കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻ മനസ്സിലായെന്നാണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക്